ഹായ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വർക്ക് എനർജി ആൻഡ് പവർ എന്ന ചാപ്റ്ററിലെ എനർജി എന്താണെന്ന് നോക്കാൻ പോകുന്നത്. സോ അതിന്റെ ഡെഫിനേഷൻ ആയിട്ട് നമുക്ക് പോകാം. എനർജി ഈസ് ദി capacity to do work. Energy is the capacity to do work. വർക്ക് ചെയ്യാൻ വേണ്ട കപ്പാസിറ്റിനെയാണ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദർ ആർ ടു ടൈപ്പ് ഓഫ് എനർജി, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. സോ കൈനറ്റിക് എനർജി എന്താണ് ഡെഫിനിഷൻ നോക്കാം. കൈനറ്റിക് എനർജി is a form of energy possessed by a body due to its motion. Okay or not? Okay. So, an equation is kinetic energy equal to half mv square. Half mv square. ഇതാണ് കൈനറ്റിക് എനർജി. അതായത് ഒരു ബോഡിക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് കാരണം, ഇപ്പം ഞാൻ അങ്ങനെ നടന്നു പോകുന്നു, ഈ എൻ്റെ മൂവ്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന എനർജിനെയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഇനി സെക്കൻഡ് ഫോം എന്താണെന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി. Potential energy is a form of energy possessed by a body due to its position or state of strength. നോക്കാം. Potential energy എന്താണ്? Potential energy is a form of energy possessed by a body due to its position or state of strength. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട്, സ്ട്രെയിൻ കാരണം, പൊസിഷൻ കാരണം പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അതിന് രണ്ടിനും എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഒരു അമ്പ് വില്ലില്ല, അല്ലെങ്കിൽ അമ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. സോ ഇതെന്ത് സ്ട്രെയിൻ ആയിട്ട് നിൽക്കല്ലേ. സോ ഇവിടെ എന്താ ഡ്യൂ ടു സ്ട്രെയിൻ കാരണം ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. സോ ഇതൊരു ഈ കേസ് എന്തിന് എക്സാമ്പിളാണ്? പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിനിന് എക്സാമ്പിളാണ്. ഇനി ഡ്യൂ ടു പൊസിഷൻ, അതായത് ഒരു റോക്ക്, ഒരു മൗണ്ടൻ്റെ മുകളിൽ ഒരു റോക്ക് ഇങ്ങനെ നിൽക്കുക, അതായത് ഒരു പൊസിഷനിൽ ഹൈറ്റിൽ നിൽക്കുക. സോ ഇത് കാരണം ഇവിടെ എന്തുണ്ടാവും? ഈ റോക്കിന് എന്തുണ്ടാവും? ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. സോ ഈ കേസ് എന്തിന് എക്സാമ്പിളാണ്? ഡ്യൂ ടു പൊസിഷൻ, അത് മൗണ്ടൻ്റെ മുകളിൽ റോക്ക് നിൽക്കും, പൊസിഷൻ കാരണം, മുകളിൽ നിൽക്കുന്നത് കാരണം ഉണ്ടാകുന്ന എനർജി, അതാണ് ഡ്യൂ ടു പൊസിഷൻ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ ആണോ? ഓക്കെ. സോ എനർജി എന്താണെന്ന് പറഞ്ഞു? ടു ടൈപ്പ് ഉണ്ട്, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് പറഞ്ഞു. ഇനി ടോട്ടൽ എനർജി എന്തായിരിക്കും? അപ്പോൾ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്തായിരിക്കും? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ടോട്ടൽ എനർജി എന്തായിരിക്കും? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. സോ ഇത്രയുള്ള എനർജിനെ പറ്റുന്ന ബേസിക് കൺസെപ്റ്റ്സ്. സോ ഇതെല്ലാവരും ക്ലിയർ ആയി വിചാരിക്കും.